ഹലോ. ഞാൻ ഫോണിൽ റീൽസും കണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴെനിക്ക് പായസം കുടിക്കാൻ തോന്നിയത്. പിന്നെ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് പായസത്തിനുള്ള ഐറ്റംസ് ഒന്നുമില്ല. സേമിയ മിക്സോ അട മിക്സോ അങ്ങനെ ഒന്നും. പിന്നെ കണ്ണിൽ കണ്ടത് ഈ ഒരു ചെറുപയറാണ്. അപ്പോൾ തന്നെ ചെറുപയറെടുത്ത് വെള്ളത്തിലിട്ടു. ചെറുപയർ പായസമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപയർ ഒന്ന് കുതിർന്ന് വന്ന് അത് കഴുകി നല്ല ക്ലീനാക്കി എടുത്തു. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൻ്റെ കാര്യം, കുക്കർ എനിക്ക് നല്ല പേടിയായിരുന്നു ആദ്യം പണ്ട് സമയങ്ങളിലൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ ഓക്കെ ആയി. പിന്നെ ഞാൻ കറി വെക്കുന്നതൊക്കെ കുക്കറിലായി. മുട്ടക്കറി ആയാലും ചിക്കൻ ആയാലും ബീഫായാലും വെജിറ്റബിൾ കറി ഒക്കെ. പിന്നെ ഏട്ടനെന്നെ കളിയാക്കാൻ തുടങ്ങി, നിനക്കിപ്പോൾ എന്തും കുക്കറിലാണല്ലോ ചെയ്യുക, നീ ഇപ്പം എന്തും കുക്കറിലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പയർ കഴുകി കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഗ്യാസ് സ്റ്റൗ ഓണാക്കി കുക്കറെടുത്ത് വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വെക്കുക പയർ. പിന്നെ ആവശ്യത്തിന് മധുരം എടുക്കുക. മധുരം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ശർക്കര എടുത്തിട്ടുള്ളൂ. എനിക്കധികം മധുരം താല്പര്യമില്ല. ശർക്കര ഉരുക്കിയിട്ട് വേണം പായസത്തിലോട്ട് നമുക്ക് ചേർക്കാൻ. ശർക്കര ഉരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ഏലക്കയും കൂടി ചതച്ചിടുക. ഒരു ശർക്കര ഉരുക്കിയത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും പയർ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഊറ്റിക്കളഞ്ഞ് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച മിക്സിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് പശുവിൻ പാലാണ് ഒരു 1/2 കപ്പ്. ഇനി നമുക്ക് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ഇനി ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഏലക്ക ചേർക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഒന്ന് തിള വരുമ്പോൾ അതിലേക്കും കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറുകുറുപ്പിന് വേണ്ടിയിട്ടാണ്. ചവ്വരി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായില്ല. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങ ഒന്ന് മുറിച്ച് വെച്ചതാണ്. അത് നമുക്കൊന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണമായിരുന്നു വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടി ഈ പായസത്തിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തതാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ.